കേരളം മുഴുവനും കൂടി ലോകത്തുണ്ടാകുന്ന കാർബൺ ഫുട് പ്രിന്റിന്റെ 10,000-1 പോലും ഉണ്ടാക്കുന്നില്ല. ഒരു പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ടില്ല. അതുകൊണ്ട് കുന്നുകൾ ഇതിനകം തന്നെ ഒരുപാട് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. മഴക്കുഴി കാരണം കുറച്ചുകൂടെ വെള്ളം കുന്നിനകത്ത് വരികയും കുന്നും വെള്ളം എല്ലാം കൂടെ തിങ്ങി പോരുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായിട്ടുള്ള കാർബൺ ഉണ്ടാക്കുന്ന ഇടങ്ങളിലല്ല ആ കാർബൺ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാവും തന്നെ. പണ്ട് കാലത്ത് ഗൾഫിലൊക്കെ പോയി പണം ഉണ്ടാക്കി ആളുകൾ നമ്മുടെ നാട്ടിൽ പറമ്പ് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവിടുത്തെ പറമ്പൂടെ വിറ്റ് അവിടെ പോകാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. ഒന്ന് എനിക്ക് തോന്നിയത്, ഇപ്പം ഞാൻ ജിജുമാഷ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് രണ്ട് ഭാഗം പറഞ്ഞല്ലോ, മിറ്റിഗേഷൻ എന്നുള്ളൊരു ഭാഗവും അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗവും. മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിനെ തന്നെ ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നതും ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം, മിറ്റിഗേറ്റ് ചെയ്യാൻ കഴിയുന്നത് ആരാണോ അത് ഉണ്ടാക്കുന്നത് അവർക്ക് മാത്രമേ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് മാത്രം ഉണ്ടാക്കുന്നവർക്ക് കുറച്ചേ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കേരളം മുഴുവനും കൂടി ലോകത്തുണ്ടാകുന്ന കാർബൺ ഫുട് പ്രിന്റിന്റെ 10,000-1 പോലും ഉണ്ടാക്കുന്നില്ല. ഒരു പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മിറ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ക്ലൈമറ്റ് ചേഞ്ചിൽ കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല, മിറ്റിഗേഷൻ. പക്ഷെ ഒരു ആശയം എന്നുള്ള നിലയിൽ നമ്മൾ അതിനോടുകൂടി യോജിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ചില മിറ്റിഗേഷൻ ടെക്നിക്കുകളെ നമുക്ക് റിസോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് സോളാർ ഒരുതരം മിറ്റിഗേഷൻ ടെക്നിക്കുമാണ്, നമുക്ക് കുറച്ച് കറണ്ടും കിട്ടും. അല്ലാതെ മിറ്റിഗേഷനിൽ നമ്മൾ കൂടുതൽ മിറ്റിഗേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ മിറ്റിഗേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായിട്ടുള്ള കാർബൺ ഉണ്ടാക്കുന്ന ഇടങ്ങളിലല്ല ആ കാർബൺ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാവുക. ഉദാഹരണത്തിന് അത് കാരണം അതിതീവ്ര മഴ ഉണ്ടാവുകയോ ഫയർ ഉണ്ടാവുകയോ ചെയ്യുന്നത് ഇവർ ഉണ്ടാക്കുന്ന ഇടങ്ങളിലല്ല, മറ്റു സ്ഥലങ്ങളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഫ്ലഡുകൾ, പല പഞ്ചായത്തുകളും ഫ്ലഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫ്ലഡിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് പഞ്ചായത്ത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ കാർബൺ ഫുട് പ്രിന്റ് എങ്ങനെ കുറയ്ക്കണം നല്ല പ്രാഥമികമായിട്ട് പഞ്ചായത്ത്. കാരണം നമ്മൾ ഫുട് പ്രിന്റ് കുറച്ചാലും കുറച്ചില്ലേലും ഫ്ലഡ് വരും. കാരണം മറ്റുള്ളവർ അത് കുറയ്ക്കുന്നില്ല എന്നുള്ളത് ജിജുമാഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഫ്ലഡ് ഉണ്ടാവും. പഞ്ചായത്തുകളിൽ തന്നെ ഒരു നഗര സ്വഭാവമുള്ള ഇടങ്ങളിൽ ഭാവിയിൽ ഹീറ്റ് ഐലൻഡ്സ് ഉണ്ടാവും. ഒരുപാട് പകർച്ചവ്യാധികൾ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ ഇപ്പൊ പടർന്നു വരുന്നത് പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ച് അതിതീവ്രമായിട്ടുള്ള വരൾച്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജലദൗർലഭ്യം ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്നാണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട് ഒരല്പം കൂടി താഴത്തെ പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തത്, ഇപ്പോൾ ഐസക് മാഷും ജിജു മാഷും പറഞ്ഞ ഈ ഓരോ പ്രദേശത്ത് ഓരോ കാര്യങ്ങൾ എടുക്കാം, എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുന്നത്, അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ മറ്റു മേഖലയിലുള്ള ഇമ്പാക്റ്റ് കൃത്യമായിട്ട് പഠിക്കണം. ഉദാഹരണത്തിന് നമ്മൾ ജലദൗർലഭ്യത്തിനെ നേരിടാൻ വേണ്ടി നമ്മുടെ കുന്നുകളിൽ കുഴി കുത്തുകയാണെങ്കിൽ, മഴക്കുഴി കുത്തുകയാണെങ്കിൽ, കുന്നുകൾ ഇതിനകം തന്നെ ഒരുപാട് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. മഴക്കുഴി കാരണം കുറച്ചുകൂടെ വെള്ളം കുന്നിനകത്ത് വരികയും കുന്നും വെള്ളം എല്ലാം കൂടെ തിങ്ങി പോരുകയും ചെയ്യും. കേരളം വളരെ ക്ലൈമറ്റ് വൾണറബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ മണ്ണിന് ഒട്ടും കട്ടിയില്ല. അതുകൊണ്ട് തന്നെ മഴക്കുഴി കുത്തുന്നത് ഒരു നല്ല ആശയമാണെങ്കിലും കുന്നിൻ ചെരുവിൽ കുത്തിയാൽ, കുന്നിൻ ചെരുവിൽ മഴക്കുഴി കുത്തിയതാണ് നിലമ്പൂര് 2 വർഷം മുമ്പ് ഉണ്ടായ ലാൻഡ് സ്ലൈഡിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ അത് മഴക്കുഴി കുത്തുന്ന ആൾ ഒരുപക്ഷെ ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ആശയതലത്തിൽ ഇത്തരത്തിലുള്ള ധാരണകളും ഇന്റഗ്രേഷനുകളും നമ്മുടെ എല്ലാ പരിപാടികളിലും വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്, ഡെമോഗ്രഫിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരു കാര്യമാണ് അതിഥി തൊഴിലാളികളുടെ നൈപുണ്യം ഉയർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അത് അവർ തീർച്ചയായിട്ടും നമ്മളോട് കൂടി ഉണ്ടാവും. അവരുടെ നൈപുണ്യം മാത്രമല്ല, അവരുടെ ശുചിത്വം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും പ്രത്യേകിച്ച് ആരോഗ്യത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഡെമോഗ്രഫിയുടെ തന്നെ ഒരു ഔട്ട്പുട്ടായിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള പ്രായാധിക്യമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ വരുന്നത്. അതിനി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആരോഗ്യത്തിന്റെ ഒരു മേഖലയിൽ നിന്ന് നോക്കുമ്പോൾ പ്രായാധിക്യമുള്ള ആളുകളുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം ചിന്തിക്കുകയും വേണം. കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുട്ടികളുടെ നൈപുണ്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുക. കുട്ടികളുടെ എണ്ണം കുറയുന്നതിനെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ ഇനിയിപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറഞ്ഞ കാര്യത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് എടുക്കണം. ഇനിയും കുഞ്ഞുങ്ങളുടെ എണ്ണം, അതിനകത്ത് റിലീജിയസ് ആയിട്ടുള്ള പല സെന്റിമെന്റ്സും കാര്യങ്ങളും ഒരുപാട് പൊളിറ്റിക്സും ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ ഇനിയും കുട്ടികളുടെ എണ്ണം കുറയ്ക്കേണ്ട കാര്യമില്ല.
കാരണം ലോകത്തുള്ള രാജ്യങ്ങൾ ജനസംഖ്യ കുറയാൻ സാധ്യതയുള്ള ലോക ജനങ്ങൾ മുഴുവൻ ജനസംഖ്യ കൂട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ മാത്രം എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.5 ആണ്. അതായത് 2 പേര് മരിച്ചു കഴിഞ്ഞാൽ 1.5 ആൾക്കാരെ ബാക്കി ഉണ്ടാവുള്ളൂ. കേരളം ഒരു കാരണവശാലും 3.75 കോടിക്കപ്പുറം ജനസംഖ്യ ഉയരാൻ സാധ്യതയില്ല. ജനസംഖ്യ അത് കഴിഞ്ഞ് കുറഞ്ഞു വരും. അപ്പോൾ കൂടുതലുള്ളത് പ്രായാധിക്യമുള്ളവരായിരിക്കും. കുട്ടികൾ ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. ഉള്ളവർ തന്നെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ തന്നെ പല സുഹൃത്തുക്കൾ, ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും, വസ്തുവിന് വില പറയാൻ സാധ്യതയുണ്ടെന്ന് മുരളി തുമ്മരൂടി വ്യാപകമായിട്ട് എഴുതുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട പുള്ളി ലോജിക്കലായിട്ടാണ് പറയുന്നത്. കാരണം നമ്മുടെ ചുറ്റും തന്നെ പണ്ട് കാലത്ത് ഗൾഫിലൊക്കെ പോയി പണം ഉണ്ടാക്കി ആളുകൾ നമ്മുടെ നാട്ടിൽ പറമ്പ് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവിടുത്തെ പറമ്പൂടെ വിറ്റ് അവിടെ പോകാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും പരിചയമുള്ള കാര്യമായിരിക്കും. ഇതൊരു സാമൂഹ്യ പ്രവണതയായിട്ട് മാറുമ്പോൾ ഭാവിയിൽ നമ്മുടെ മണ്ണ് തരിശായി പോവുകയും ആ തരിശ്, അതായത് തരിശിടുന്നതിന്റെ മണ്ണിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിക്കുകയും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പൊ അത്തരത്തിൽ ദൂരവ്യാപകമായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ ഡെമോഗ്രഫിയെ ഉണ്ടാക്കുന്ന ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യണം എന്ന് തോന്നുന്നു. 4ാമത്തെ പ്രശ്നം ഇത് ആരോഗ്യ പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നം എൻ്റെ പ്രാഥമിക മേഖല ആരോഗ്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ഓൾഡ് ഏജ് കെയറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ ആണ് പ്രധാനമായിട്ടും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. പക്ഷേ ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെമ്പാടും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള കാര്യകാരണങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. ആളുകളുടെ പ്രായം കൂടുന്നു, ഒരുപക്ഷെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതൊരു പഞ്ചായത്തിന് ഈ തരത്തിലും വേറൊരു പഞ്ചായത്തിന് വേറെ തരത്തിലും അല്ല. അതിന്റെ റിസോഴ്സ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള പഞ്ചായത്താണ്. ഒരുപക്ഷെ അവിടെ ആദിവാസി മേഖല, തീരദേശം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആക്സസിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതിനപ്പുറത്ത് അതിന്റെ കാര്യകാരണങ്ങളിൽ ഇടപെടാൻ പഞ്ചായത്തിന് വളരെ പരിമിതിയുണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ. അതേസമയം പകർച്ചവ്യാധികൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ തിരസ്കരിച്ചു. പക്ഷെ ഇപ്പോഴും നോക്കൂ, ഇന്ന് വേൾഡ് സൂണോസിസ് ഡേ ആണ്. ഡെങ്കിപ്പനി വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഈ അമീബിക് ഈ മെനിഞ്ചോ എൻകഫലൈറ്റിസിനെ പറ്റി ജനങ്ങൾ വളരെ ഭീതിയിലാണ്. നിപ്പയെ പറ്റി വളരെ ഭീതിയിലാണ്. പക്ഷിപ്പനി ഏത് സമയവും ആഗോള വ്യാപകമായിട്ടുള്ള പകർച്ചവ്യാധിയായി മാറാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിന്റെ ഓരോ പ്രദേശത്തും നേരിടാൻ കഴിയും. ഇപ്പം ഹെപ്പറ്റൈറ്റിസ് എ പഞ്ചായത്തിനാണ് നേരിടാൻ കഴിയുക. ഡയബറ്റിസ് പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് എ തടയാൻ പഞ്ചായത്തിന് കഴിയും. കാരണം കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ പ്രാധാന്യമില്ലാത്തതാണ്. നാട്ടിലുള്ള ആളുകൾക്ക് മുഖം പകരാരോഗ്യ വ്യാധികളാണ് എന്നുള്ളത് ഒരു മിസ്കൺസെപ്റ്റാണ്. അത് നമ്മൾ മാറ്റണം. പകർച്ചവ്യാധികളാണ് തദ്ദേശമായിട്ട് ഇടപെടാനായിട്ട് കഴിയുക, പകരാവ്യാധികളുടെ അല്ല. പകരാവ്യാധികളിൽ ഇടപെടേണ്ടത് ആവശ്യമാണോ എന്നുള്ളത് പണം കൂടുതൽ പഞ്ചായത്തിന്റെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ടാണ്. പഞ്ചായത്തിന് ഇടപെടൽ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ടല്ല. പക്ഷെ പകർച്ചവ്യാധികളിൽ കാര്യമായി പണം ചെലവാക്കാതെ തന്നെ കേരളത്തിന്റെ പകർച്ചവ്യാധി പ്രശ്നങ്ങളെ ഒരു പരിധിയിൽ അധികം സ്വാധീനിക്കാനായിട്ട് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് കഴിയും. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 5 മിനിറ്റ് എന്നാണ് ബഹുമാനപ്പെട്ട TG പറഞ്ഞത്. ഈ ശാസ്ത്രീയതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു ക്രോസ് സെക്ഷൻ എന്നുള്ള നിലയിൽ നമ്മൾ തന്നെ എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് ചിന്തിക്കുന്നത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കേരളത്തിൽ പൊതുവെ പഠിച്ച ആളുകളുടെ പോലെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം എന്ന് പറഞ്ഞത് എംപിരിക്കൽ സയൻസിനുള്ളതാണ്. അപ്ലൈഡ് സയൻസിൽ ശാസ്ത്രം ആവശ്യമില്ല. ഉദാഹരണത്തിന് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ കാലങ്ങളോട്ട് ഓർഗാനിക് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. വളം ഇടാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ കീടനാശിനി ഉപയോഗിക്കാൻ പാടില്ല. കീടനാശിനി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ പോവുകയും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുകയും ചെയ്യും. മരുന്നിന്റെ ചികിത്സയെ സംബന്ധിച്ചും അങ്ങനെയാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പറയണ്ട. ആരോഗ്യ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അശാസ്ത്രീയത ഉള്ളത് ആരോഗ്യശാസ്ത്രത്തിലാണ്. അപ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ബേസിക് സയൻസസിൽ മാത്രമല്ല, അപ്ലൈഡ് സയൻസസിലും സയൻസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് അറിയുകയും അതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യുക. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ഒക്കെ പറയുന്ന ഈ ഒരു സയന്റിഫിക് ടെമ്പർ നമ്മൾ തന്നെ വളർത്തിയെടുക്കുകയും അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും അത് നമ്മളുടെ ഈ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എല്ലാ മേഖലയിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു.